തൊട്ട് 20 വയസ്സ് തൊട്ട് മാർക്ക് എത്ര? അയ്യോ അവനേക്കാളും കുറവ് മാർക്കാണല്ലോ നിനക്ക്, നിന്നെക്കാളും കൂടുതൽ മാർക്ക് അപ്പുറത്തവനുണ്ടെന്ന് ചോദിക്കും. 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ അയ്യോ കല്യാണമൊന്നും ആയില്ലേ നിനക്ക്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ജോബ് ആയില്ലേ, അയ്യോ സാലറി എത്രയുണ്ട്, മറ്റേ സാലറി കുറവാണെങ്കിൽ പ്രശ്നം, കൂടുതലാണെങ്കിൽ പ്രശ്നം, മറ്റാണെങ്കിൽ പ്രശ്നം, മറിച്ചാണെങ്കിൽ പ്രശ്നം, പുറത്താട്ട് പോകണേ, ഗൾഫിൽ പോകണേ, ദുബായ് പോകണേ, അമേരിക്ക പോകണേ. 30 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ നിങ്ങൾക്ക് കുട്ടികളൊന്നും ആയില്ലേ, കല്യാണം കഴിച്ചിട്ട് ആർക്കും കുഴപ്പം, ഭാര്യക്കാണോ ഭർത്താവിനാണോ കുഴപ്പമെന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരും മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ പീഡിപ്പിക്കും. 40 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ നിങ്ങൾക്ക് സാമ്പത്തികമൊക്കെ എങ്ങനെയുണ്ട്, മറ്റേതാണ് മറിച്ചതായില്ലേ എന്നൊക്കെ ചോദിക്കും. 50 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ PSC, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതിന്റെയൊക്കെ ലെവൽ എത്രയാണ് നിങ്ങളോട് അവർ ചോദിക്കും. അതുപോലെ തന്നെ 60 വയസ്സ് തൊട്ട് 70 വരെ പെൻഷൻ കിട്ടാൻ തുടങ്ങും. പെൻഷന്റെ ലെവൽ, പെൻഷന്റെ എമൗണ്ട് എത്ര ചോദിക്കും. ആഫ്റ്റർ 70 വയസ്സ് എല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തെ ലൈഫ് സ്പാൻ അനുസരിച്ച് എല്ലാം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആരെയും ബോധിപ്പിച്ചൊരിക്കലും ജീവിക്കരുത്. ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു വെക്കേഷനാണ്. നമുക്ക് സമ്മർ വെക്കേഷൻ 2 മാസം സ്കൂളിൽ കിട്ടത്തില്ലേ, അത് കോളേജിൽ കിട്ടത്തില്ലേ, അതുപോലെ അങ്ങനത്തെ ഒരു വെക്കേഷൻ, ലൈഫ് ഇസ് വെക്കേഷൻ. നമുക്ക് എത്ര ദിവസം പോലും നമുക്ക് ഈ ലോകത്തുണ്ടെന്ന് പോലും അറിയത്തില്ല ശരിക്കും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കുക, നമുക്ക് എന്ത് ഇഷ്ടം തോന്നുന്നു. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നു, ഞാൻ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നില്ല, എനിക്ക് ഇഷ്ടമായതുകൊണ്ട് വീഡിയോ ചെയ്യുന്നു. ഇതിനകത്ത് എനിക്ക് കൊട്ടക്കണക്കിന് പൈസ ഒന്നും കിട്ടില്ല, എനിക്കൊരു പൈസ പോലും കിട്ടുന്നില്ല. എന്റെ സന്തോഷം, എന്റെ കിക്ക്, മദ്യപാനമല്ല എന്റെ കിക്ക്. സത്യം പറഞ്ഞു, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, മദ്യപാനമല്ല എന്റെ കിക്ക്, പുകവലി അല്ല കിക്ക്. എന്റെ കിക്ക് എന്ന് പറയുമ്പോൾ വീഡിയോ ചെയ്യലാണ്, അതിന്റെ പാഷനാണ്, അത് എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ ചെയ്തത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യും. നിങ്ങൾ 10-25, നിങ്ങളുടെ 10-30 വയസ്സായപ്പോഴും നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ, അമ്പലത്തിൽ പരിപാടിക്ക് പോകുമ്പോൾ, അമ്പലത്തിൽ ഉത്സവത്തിന് പോകുമ്പോൾ നിങ്ങൾ തോക്കുവാണെന്നൊന്ന് നിങ്ങൾ വാങ്ങും. നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറിച്ചവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ച് നിൽക്കരുത്. ഒറ്റ ലൈഫുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യും. ഇറ്റ്സ് എ റിക്വസ്റ്റ്. പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, കഴിവുണ്ടായിട്ടും മറ്റുള്ളവരെ കൊണ്ട് തഴയപ്പെട്ട് ജീവിതം അലമ്പായി പോയവരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാം, പ്ലീസ്